ഹായ് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഗൈസ്, ഇന്ന് ഞാനൊരു അടിപൊളി അഡാർ ഐറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല ഗൈസ്, ഫിഷ് ഇല്ലാതെ എങ്ങനെ ഫിഷ് കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു കറി ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം ഞാൻ അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കളണേ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ മീൻകറിക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളി, ഒരു സബോള, ഇഞ്ചി, വെളുത്തുള്ളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് പുളി, പിന്നെ നല്ല ഒരു അരമുറിയോളം തേങ്ങ ഫൈൻ പേസ്റ്റൊക്കെ അരച്ചത്. അപ്പോൾ അത് ഞാനിവിടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം തന്നെ കടുകും ഉലുവയും പൊട്ടിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു തക്കാളിയും ഒരു സബോള ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് നന്നായി വന്നതിന് ശേഷം നമ്മളെ പൊടികൾ ഇട്ട് കൊടുക്കലാണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാനത് അവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. അതായത് ഇപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മളെ പുളിവെള്ളം ഇട്ട് ഒഴിക്കേണ്ടത്. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വേപ്പില പൊടിച്ചപ്പോൾ ഒന്ന് വന്ന് കാണിച്ചിട്ടുണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പുളിവെള്ളം കൂടെ സെറ്റായിട്ടുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ആക്കുക. അതിന് ശേഷം നമുക്ക് നമ്മളെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണില്ല, അതിന് 1/2 ടീസ്പൂണിനേക്കാളും കുറവായിട്ടുള്ള ഒരു ഉപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മളെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് അരമുറി തേങ്ങ എടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് വെച്ചതാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം ഇത് നമ്മളെ മലയാളികളുടെ സ്ഥിരം പരിപാടിയാണല്ലോ മിക്സി കുലുക്കി ഒഴിക്കല്ലേ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് വെജിറ്റബിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഇട്ടാൽ മതി. നമ്മളിന്നിവിടെ ബ്രിഞ്ചാളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. വഴുതനങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വെണ്ടക്കായ, അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക, പിന്നെ അതുപോലെ തന്നെ കായ, കോവയ്ക്ക, അങ്ങനെ ഏത് വെജിറ്റബിളാണ് നിങ്ങളുള്ളത്, പൊട്ടറ്റോ, അത് ഏതാണോ നിങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മറ്റേ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ വേപ്പില പൊട്ടിച്ചത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഭംഗിയാക്കിയിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗൈസ്, മീനൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഇത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. എന്നാൽ ഫിഷും ഇല്ലല്ലോ അതിൽ, അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഗൈസ്, പിന്നെ ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, എൻ്റെ ബാബയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളെ ബ്രിഞ്ചാളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വന്ന് നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് കറിയുടെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്ന ഒരു കറി ഇവിടെ നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് മസ്റ്റ് ട്രൈ എന്ന് തന്നെ ഞാൻ പറയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ബൈ, നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.